ഹായ് പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇത് നമ്മുടെ കാലടി മറ്റൂരിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ചെത്തിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ദിവസേന പ്രഭാത ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്ന ഒരിടമുണ്ട്. നന്മ എന്ന പേരിൽ 2023 ഏപ്രിൽ 1-നാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇന്ന് അതിന്റെ 3-ാം വർഷത്തിലേക്ക് കടക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ. മാഡം, വാർഷികമായിട്ട് വന്നതാണോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? 3 വർഷം തികയാണ്. ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ്. മാഡം എവിടെ വർക്ക് ചെയ്യണേ? ഇവിടെ തന്നെ സെൻട്രൽ പോലീസിൽ SA ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ മിക്കവാറും സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്. ഞാൻ വരാറുള്ള ഞാനൊരു പാവങ്ങൾക്ക് ഫുഡ് നേരത്തെ ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ അവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് പറഞ്ഞറിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വന്ന സമയത്ത് നോക്കുമ്പോൾ ഈ ചേട്ടൻ ഒരു ലാഭവും ഒന്നും ഇല്ലാതെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ അന്ന് കുറേ ഫുഡ്, അപ്പം അതുപോലെ തന്നെ കഞ്ഞി, അങ്ങനെ ഒരുപാട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ കാലത്ത് ഇങ്ങനൊരു നല്ലൊരു കാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലേ? പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ ഒരു പുണ്യപ്രവൃത്തിയാണ്. അതായത് മനുഷ്യന്മാർ എന്ത് കിട്ടിയാലും നമ്മൾക്ക് മതി വരാത്ത ഈ കാലത്ത് ആരും എനിക്ക് മതി എന്ന് പറയുന്നത് വയറും നിറയുമ്പോൾ മാത്രമാണ്. അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം ഞാൻ കൂടെ വരാറുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ചേട്ടന് ഇവിടെ വേറെ എന്തെങ്കിലും ഒരു സ്ഥാപനമായിട്ടൊക്കെ തുടങ്ങുവാണെങ്കിൽ നല്ല ലാഭം ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതായത് എയർപോർട്ടും അതുപോലെ തന്നെ നല്ലൊരു ലൊക്കേഷനും. പക്ഷേ ചേട്ടൻ അങ്ങനെയൊന്നും ആ ഒരു ലാഭമൊന്നും പ്രതീക്ഷിക്കാതെ രാവിലെ നേരത്തെ 3 മണിക്ക് എണീറ്റ് ഭക്ഷണമെല്ലാം പ്രിപ്പയർ ചെയ്ത്, അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫാമിലിയും അവരും ഇതിന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് പുറകിൽ കുറേ ചേട്ടന്മാരും ലാഭമൊന്നും അർഹിക്കാതെ പ്രവർത്തിക്കുന്ന കുറേ ചേട്ടന്മാരും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇടയ്ക്ക് വന്നവരെ സഹായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമായതുകൊണ്ട് ഞാനും പാർട്ടാവാറുണ്ട്. പിന്നെ ഒരുവിധം ആൾക്കാർക്ക് നമുക്ക് ബർത്ത്ഡേ അങ്ങനെയുള്ള ഫംഗ്ഷനുകൾ ഇവിടെ ബർത്ത്ഡേ ഫംഗ്ഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ആനിവേഴ്സറി അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് പറയുകയാണെങ്കിൽ അവരുടെ പേരിൽ നേരത്തെ കൊടുക്കാറുണ്ട് ആ ദിവസത്തെ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അവരുടെ ഫിക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ പേരും ഇവിടെ ഒരു ബോർഡുണ്ട്, അവിടെ എഴുതി വയ്ക്കാറുണ്ട്. ഭക്ഷണത്തിനെ കുറിച്ച്, നീറ്റ്നെസ്സിനെ കുറിച്ച് എന്താണ്? നീറ്റ്നെസ്സും അതായത് ഞാൻ കണ്ടിട്ടുള്ളതാ, ഞാനിവിടെ വരാറുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിലും അത് ചേട്ടൻ തന്നെയാണ് അത്യാവശ്യം കറികളും അങ്ങനെയുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കിച്ചൺ ആണെങ്കിലും അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ശരിക്കും ഒരു വീട്ടിലെ കിച്ചണേക്കാളും അത്രയും നന്നായിട്ട് നീറ്റും ക്ലീനുമായിട്ട് സൂക്ഷിച്ചിട്ടാണ് ഇവർ ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് തന്നെ ഇവിടെ. നമ്മുടെ ഏരിയയിലേക്ക് എല്ലാവർക്കും വരാലോ. അതെ, പിന്നെ എയർപോർട്ടിൽ കുറേ സ്റ്റാഫുകളുണ്ട്. അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള സാലറിയിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. മിക്കവാറും ഞാൻ വരുമ്പോൾ അങ്ങനെ എയർപോർട്ടിൽ കുറേ സ്റ്റാഫുകളെയും കാണാറുണ്ട്. വളരെ കുറഞ്ഞ സാലറിയിൽ റൂമെല്ലാം എടുത്തിട്ട് താമസിക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരും വരാറുണ്ട്. പിന്നെ ഇവിടെയുള്ള കൂടുതൽ പാവപ്പെട്ട ആൾക്കാരും വന്ന് രാവിലെ വന്നിട്ട് ഫുഡ് കഴിക്കാറുള്ളതാണ്. അപ്പോൾ ഈ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 3-ാം വർഷം ആഘോഷിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സന്മനസ്സുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഫാമിലിക്കും ചേട്ടനും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. വാർഷികമായിട്ട് വന്നായിരിക്കുമല്ലോ അല്ലേ? ഈ നന്മ ചാറ്റ് ഈ 3-ാം വാർഷികം വളരെ വിപുലമായിട്ട് ഈ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് ഇത്രയും നല്ല നന്മ പ്രവൃത്തി നടത്തുന്ന ഇതിൻ്റെ ഈ നന്മ ചാറ്റിയുടെ ജെയിംസേനും കുടുംബത്തിനും വളരെ ആശംസകൾ. കാരണം ഈ 3 വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് രാവിലെ ഈ ഇവിടെ എത്തുന്നവർക്ക് നല്ല രുചികരമായ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം നൽകി അവർക്ക് വിശപ്പകറ്റാൻ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഒരു നേരം ഭക്ഷണത്തിന് ആരും ബുദ്ധിമുട്ടരുത് എന്നുള്ള ഒരു നല്ല ചിന്തയോടുകൂടി വിശപ്പകറ്റുന്നതിന് നല്ല രീതിയിലുള്ള ഭക്ഷണവും എല്ലാ ദിവസവും നൽകുന്ന അതും പ്രത്യേകിച്ചും ഒരു ഹോംലി ഫുഡ് തന്നെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ആളുകൾക്ക് വളരെ ഒരു ഹോട്ടലിൽ പോയാൽ പ്രിസർവേറ്റീവ്സും മറ്റും ചേർത്തുള്ള ഫുഡ് കഴിക്കുന്നത് ഇതിലുപരി ഇവിടെ വന്നാൽ നല്ല ഹോംലി ഫുഡും അതും വളരെ വൃത്തി, അതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത. ഇവിടെ വളരെ ശുചിത്വം പാലിച്ചുകൊണ്ടും നല്ല രീതിയിലുള്ള ഭക്ഷണം നൽകുന്ന ഈ ജെയിംസനും കുടുംബത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ വന്നു. അതുപോലെ നന്മ ചാരിറ്റി ഈ ട്രസ്റ്റ് കൂടുതൽ ഉന്നതിയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം
ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ശരിക്കും ഈ നാട്ടുകാരനും ജെയിംസിനെ കുട്ടിക്കാലം തുടങ്ങി അറിയുന്ന ഒരാളുമാണ്. അപ്പോൾ അദ്ദേഹം UC കോളേജിലും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA പാസ്സായിട്ടുള്ള ഒരാൾ കൂടിയാണ്. നല്ലൊരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ അധ്യാപകരായിരുന്നു. അപ്പോൾ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഈ കർഷക വൃത്തിയും ബിസിനസ്സും ഒക്കെ ഇടയുന്നതിന് മുമ്പ് ഇതിനിടയിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നി. ഞാനിവിടെ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ കാണുന്നത് ഇവിടെ സാധാരണ ലോട്ടറി വിൽക്കുന്ന സ്ത്രീകൾ, അതല്ലെങ്കിൽ ഇവിടെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അങ്ങനെയുള്ളവരൊക്കെ ഒട്ടേറെ ആളുകൾ വളരെ നിറഞ്ഞ മനസ്സോടെ കൈകൂപ്പി പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്തരത്തിലൊരു പുണ്യകർമ്മം ചെയ്യാൻ ഈ മനുഷ്യനെ തോന്നിയത് തന്നെ ഒരു വലിയ ദൈവികമായ ഒരു സിദ്ധി അദ്ദേഹത്തിനുള്ളതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിന് എന്നെന്നും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിനുവേണ്ടി എല്ലാ പിന്തുണയും ചെയ്യുന്ന ഒരാളാണ്. ഈ നാട് മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഒരുപാട് പേര് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ജെയിംസ് വലിയൊരു സുഹൃത്ത് ബന്ധമുള്ള ഒരു വലയുള്ള ഒരാളാണ്. കാരണം വെച്ചാൽ പലപ്പോഴും ഈ ഏതെങ്കിലും ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട പരിപാടികൾ അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെയൊക്കെ പടങ്ങളിലൂടെ ചിത്രം വരച്ചു വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്നൊക്കെ വലിയൊരു സഹായം ജെയിംസിന് കിട്ടുന്നുണ്ട് ഈ സംരംഭം നല്ല രീതിയിൽ പോകാനായിട്ട്. അപ്പം അത് എന്തായാലും ഈ സംരംഭത്തിലൂടെ അർഹതപ്പെട്ട ആളുകളുടെ കൈകളിൽ ഇത് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എയർപോർട്ടിലൊക്കെ ജോലി ചെയ്യുന്ന തുച്ഛമായ ജോലിക്ക് ജോലി ചെയ്യുന്ന ഈ കണ്ടിൻജന്റ് ജീവനക്കാരെ പോലുള്ള ആളുകളൊക്കെ രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് കുളിച്ച് പുറത്ത് ഇവിടെ വരുമ്പോൾ ഒരു ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അവർ മാസശമ്പളം കിട്ടുന്നതിനേക്കാൾ വലുതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സംരംഭം എല്ലാ രീതിയിലും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ഹായ്, നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വിശപ്പ് രഹിത കൂട്ടായ്മയുടെ കൂടെയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ജെയിംസ് ഏട്ടൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ജെയിംസ് ഏട്ടൻ വിളിക്കാറുണ്ട്. ഈ 1-ാം തീയതി നമുക്ക് ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്. എന്തിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു 3-ാം വാർഷികമായിട്ട് ഈ പരിപാടി തുടങ്ങിയതിൻ്റെ 3-ാം വാർഷികമായിട്ട് നിഷാന് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇങ്ങനൊരു സംഭവം നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് പ്രഭാത ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് ഒരു ക്ഷണം കിട്ടുമ്പോൾ നമ്മളതിൽ സ്വീകരിക്കാം. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് എന്താണ്? 2 വർഷം പിന്നിട്ട് 3-ാമത്തെ വർഷത്തിലേക്ക് കടക്കാണ്. ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി വിവിധ രീതിയിൽ സഹകരിച്ചേക്കണം എല്ലാവർക്കും. വിവിധ രീതിയിൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികം, ശാരീരികമായിട്ട്, മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഇങ്ങനെ പല രീതിയിലും സഹകരിച്ചേക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നന്ദിയുണ്ട്. തുടർന്നും ഇവരെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് ഈ ബർത്ത്ഡേ ഫംഗ്ഷനുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അതുപോലെ നമ്മുടെ അതിലൊക്കെ മരിച്ചതിൻ്റെ വാർഷികങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള സംഭവത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെയുള്ളൊരു സംഭവത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂല അവർക്ക് വന്നു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും നിരവധി പേര് വരുന്നുണ്ട്. വിവാഹം, അല്ലെങ്കിൽ ബർത്ത്ഡേ, അല്ലെങ്കിൽ ചരമ വാർഷികത്തിന് കൂടുതലൊക്കെ ഇവർക്ക് സപ്പോർട്ടായിട്ട് എന്താണ് പറയാനുള്ളത്? ചേട്ടൻ ഒരിക്കലും എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാറില്ല. അതിന് ഒരു എതിര് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാവാറില്ല. ഫുൾ സപ്പോർട്ടാണ് ചേട്ടൻ എപ്പോഴും. ചേട്ടൻ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ശരിയായിരിക്കും. അതിനൊരു നോ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ ഇതുപോലെ നിങ്ങൾ ഈ സംഭവത്തിന് കൂടെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എന്ത് ആൾക്കാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഞങ്ങളുടെ ഒരു പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ആരും ഒരു നേരം തന്നെ ഭക്ഷണം കഴിക്കാത്ത ആളുണ്ടാവരുത്. അതാണ് ജെയിംസ് ഏട്ടൻ്റെ അണ്ണന്റെ ആഗ്രഹം. അതിന്റെ പേരിൽ അണ്ണം തുടങ്ങി. അതിന്റെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും സഹകരിക്കും എല്ലാ ദിവസവും. എല്ലാം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലുത്. ഒരാളും പട്ടിണി കളിക്കരുത് ഈ നാട്ടിൽ. അത്രയും പുരോഗമിച്ചിട്ട് ചിലവർക്കൊക്കെ ഈ എയർപോർട്ടിലൊക്കെ വന്നവർക്കൊക്കെ വളരെ തുച്ഛമായ ഇവിടുന്ന് ഒരു 10 മണിക്ക് കഴിച്ച പിന്നെ ഉച്ചയ്ക്ക് കഴിക്കണ്ടല്ലോ പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു പരിപാടി ജെയിംസ് ഏട്ടന്റെ ഭാഷയും വന്നു സപ്പോർട്ടായിട്ട് എപ്പോഴും ഞങ്ങൾ. എൻ്റെ പേര് ജോണി. ഞാൻ എത്ര നാളുകളായിട്ട് ഇവരുടെ കൂടെ ഉണ്ട്? ഇത് തുടക്കം മുതലുണ്ട്. പിന്നെ ഈ കെട്ടിടം പണിയനും എല്ലാം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് തുടങ്ങി ഇവിടെ കൂടെ ഉണ്ട്. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും സപ്പോർട്ടും ചെയ്യും. കൂടെ ഉണ്ടാവും. ഇവരാരും പ്രതിഫലം മോഹിച്ചിട്ടല്ല ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് വരുന്ന അവർക്ക് ജോലിക്ക് പോകേണ്ട സമയത്തിന് മുൻപ് വന്ന് അവരുടെ സർവീസ് എല്ലാം കഴിച്ച് ഞങ്ങൾ ഒരു കുടുംബം പോലെ മുന്നോട്ട് പോകുന്നു. ഇതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ആശയം തന്നെയാണല്ലോ. അതിന്റെ മുന്നിൽ ഞങ്ങൾ എപ്പോഴും കട്ടക്കുണ്ട്. ഇതുപോലെ ഈ പോസ്റ്ററുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതുപോലെ ഇത് വരയ്ക്കണ ഒരു കലാകാരനാണ് നിൽക്കുന്നത്. കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ഏട്ടന്റെ കൂടെ ഈ ഗ്രൂപ്പിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ടുണ്ട്.
അപ്പൊ എന്റെ പേര് സുബ്രഹ്മണ്യനാണ്. ഞാൻ ചിത്രകലാധ്യാപകൻ കൂടിയായിരുന്നു, മുൻ നഗരസഭാ കൗൺസിലർ കൂടിയായിരുന്നു. അപ്പൊ ജെയിംസിന്റെ ആശ്രയിച്ച് അദ്ദേഹം വിദ്യാഭ്യാസത്തിലും ഉന്നത നിലവാരം പറ്റി PG ഒക്കെ എടുത്ത ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ഞാനുമായിട്ടൊക്കെ ഷെയർ ചെയ്തു. അപ്പോൾ അത് വലിയൊരു സംഭവമാണ്. നമ്മളിങ്ങനെ വെറുതെ ജീവിച്ചു പോകാൻ അർത്ഥമില്ലല്ലോ. നമുക്ക് ചുറ്റും വിശക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാണെന്നുള്ളൊരു കാഴ്ചപ്പാട്, അത് വലിയ തോട്ടാണ്. ആ തോട്ടാണ് ജെയിംസിന്റെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നതിനപ്പുറമാണ് ആളുകൾ. വെറും പോഷാണ് ആളുകളുടെ ജീവിതം. സാമ്പത്തികമായിട്ടും എല്ലാം പ്രശ്നത്തിലാണ്. അപ്പോൾ അത്തരം ആളുകൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച, ഭക്ഷണം കഴിക്കാൻ അവർ വളരെ കാണിക്കുന്ന ഉത്സാഹം, അവർക്ക് ഈ പറഞ്ഞോണം ജീവിതത്തിൻ്റെ എല്ലാവരുടെ ഒപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള പോഷനിൽ പോകുന്നു. പക്ഷേ അവർ വളരെ ദരിദ്രരാണ്. അതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് 2 വർഷമായിട്ട് ഇവിടെ ദുഃഖവെള്ളി, ക്രിസ്മസ്, വിഷു, ഓണം ഒന്നും അവധി കൊടുത്തിട്ടില്ല. ഒരു ദിവസം അവധിയില്ലാതെ എല്ലാ ദിവസവും എന്ത് തന്നെ വന്നാലും ഞങ്ങളിവിടെ സംരംഭം കൊണ്ടുപോകുന്നുണ്ട്, തുടർന്നും കൊണ്ടുപോകും. എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട് നാട്ടുകാർ. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. ഞങ്ങൾ 4:45 വരും. ഒരു 6:30, 7-8 മണി വരെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ഒരു 9 മണിയാകുമ്പോൾ ഇവിടെ കൂടെ ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ 6:30 തുടങ്ങി എത്ര മണി വരെയാണ് സാധാരണ ഇത് തീരുന്നവരെ ഭക്ഷണം ഇവിടെ കിട്ടും? നിങ്ങൾക്ക് ഈ എയർപോർട്ടിലേക്കൊക്കെ പോണ ആൾക്കാർക്കൊക്കെ നമ്മൾ ചെയ്തിരുന്ന ഒരു വീഡിയോ 1 വർഷത്തിന് ഏകദേശമായി. എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് എങ്ങനെയുണ്ടായി ആൾക്കാരുടെ പ്രതികരണങ്ങൾ? ഭയങ്കര വൈറലായ വീഡിയോ ആണ്. കാരണം കണ്ടമാനം ആൾക്കാർ ആ വീഡിയോ കണ്ടു, ഒരുപാട് ആൾക്കാർ അത് ഏറ്റെടുത്തു, എൻക്വയറി ഉണ്ടായി. പലരും ഈ വീഡിയോ കണ്ടിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഇത് തുടക്കം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് വരും. അത് അരി വെള്ളം വെച്ച് അരി കഴിഞ്ഞ് പപ്പടം വറുക്കാൻ പറയും. അത് തേങ്ങ ചരണ്ടി കൊടുക്കാൻ പറഞ്ഞാൽ തേങ്ങ ചരണ്ടി കൊടുക്കും. അതൊക്കെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആളുകളുടെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. നേരത്തെ ഭക്ഷണം നിങ്ങൾ തന്നിട്ടുണ്ടല്ലോ എന്ന്. അതുപോലെ കട്ട സപ്പോർട്ടായിട്ട് ഇവരുടെ ഒക്കെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നമുക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്യാം. വീഡിയോ ഷെയർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ഫോളോ ചെയ്യണം. നമുക്ക് ഇത് വിജയിപ്പിച്ചെടുക്കണം. ഇനിയും ഇത് കണ്ടിട്ട് മറ്റുള്ളവർ കണ്ട് പഠിക്കണം. എന്നാലാണ് നമുക്ക് ഇനിയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുണ്ട് അന്നുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ പല സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയേക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് അനുഭവിച്ചാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് വിജയിപ്പിച്ചെടുക്കണം. അപ്പൊ ഇതില് കൂടെ കട്ടർ സപ്പോർട്ടായിട്ട് എല്ലാവരും നിൽക്കണേൽ എല്ലാവർക്കും നന്ദിയുണ്ട്. നിഷാദ് ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഇതിനു മുമ്പ് ക്ഷണിക്കാതെ പോലും വന്ന് ഇതൊക്കെ ഭംഗിയായിട്ട് കവർ ചെയ്തതിൽ ഉപകാരത്തിൽപ്പെട്ടു ഞങ്ങൾക്ക്. തുടർന്നും എല്ലാ മാനസികമായിട്ടുള്ള പിന്തുണയും കാര്യങ്ങളും എല്ലാവിധ അനുഗ്രഹവും ഇവരുടെ കുടുംബത്തിനുണ്ടാവട്ടെ. ഈ നിൽക്കണ എല്ലാവരും ഇനിയും വൻ വിജയത്തിലൊക്കെ ആവട്ടെ. എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറട്ടെ. നല്ല തിരക്കേറിയ ഒരു ഏരിയ ആണ്. ഒരു വാക്കുകൂടിയും പറഞ്ഞു, ഇതൊരു 1 man ഷോ അല്ല. ഇതൊരു ടീം സ്പിരിറ്റ് ആണ്. ഇത് വിവിധ രീതിയിൽ ചിലർ 4 മണിക്ക് വന്നവരുണ്ട്, 4:30 വന്നവരുണ്ട്, 6 മണിക്ക് തുടങ്ങി. അപ്പൊ ഇവർ ചിലപ്പോൾ ബ്രേക്ക് എടുക്കുക. അങ്ങനെ വിവിധ സമയങ്ങളിൽ വന്ന് ഒരുമിച്ച് സഹകരിച്ച് അതന്നെ ഒരാളും കൊണ്ട് ഒറ്റക്ക് കൂട്ടി കൂടാൻ സംരംഭം വിജയിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത് ഇനിയും നിലനിന്ന് പോട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. താങ്ക് യു.